ഡോക്ടർ മോഹൻ വർഗീസ്, ഹോർമൂസിൽ കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ ഉടലെടുത്ത സംഘർഷമാണല്ലോ പശ്ചിമേഷ്യയെ വീണ്ടും യുദ്ധത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് തുറന്നിടുമെന്ന് പരസ്യമായി ഉറപ്പ് നൽകണമെന്ന് അമേരിക്ക ടെഹ്റാനോട് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനോ കുഴിബോംബ് നീക്കം ചെയ്യുന്നതിനോ കപ്പൽ ഗതാഗതം നിയന്ത്രിക്കുന്നതിനോ ഉള്ള ഏതൊരു തീരുമാനവും ടെഹ്റാൻ്റെ മാത്രം അവകാശമാണ് എന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ അംബാസഡർ പറഞ്ഞത്. ഇത് തന്ത്രപ്രധാനമായ ജലപാതയ്ക്ക് മേലുള്ള ഇറാൻ്റെ അവകാശവാദത്തെ ശക്തിപ്പെടുത്തുന്ന പ്രഖ്യാപനമല്ലേ? ഹോർമൂസിനെ വിലപേശലിന് ഇനിയും ഉപയോഗിക്കുമെന്ന കൃത്യമായ സന്ദേശമില്ലേ അതിൽ? അപ്പോൾ ഹോർമൂസിൽ ഇനി എന്ത് എന്ന ചോദ്യം പ്രസക്തമല്ലേ? എങ്ങനെയാണ് താങ്കൾ ഹോർമൂസിൻ്റെ ഇനിയുള്ള ഭാവിയെ വിലയിരുത്തുന്നത്? ഹോർമൂസിൽ ഇനി എന്ത് എന്നത് ആണ് ഒരുപക്ഷെ ലോകം ഏറ്റവും അധികം ചോദിക്കുന്ന ചോദ്യം. ഹോർമൂസിൽ യഥാർത്ഥത്തിൽ ഇറാൻ മുൻകാലങ്ങളിൽ എക്കാലത്തും ഹോർമൂസിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ടില്ലല്ലോ. ഇറാൻ്റെ തൊട്ട് തെക്ക് പ്രദേശത്തുള്ള തന്ത്രപ്രധാനമായ മേഖല തന്നെയായിരുന്നു. പക്ഷേ ഇത് ഏത് രീതിയിൽ ഒരു സമ്മർദ്ദം നേരിട്ടാൽ ഏത് രീതിയിൽ ഹോർമൂസിനെ ഒരു ആയുധമായി കാണാനാവും, ഇതിനെക്കുറിച്ച് ഇറാന് വലിയ നിശ്ചയമില്ലായിരുന്നു. പക്ഷേ യുദ്ധം ഘനീഭവിച്ചപ്പോൾ ഇറാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഹോർമൂസിലൂടെ അല്ലാതെ ഒരു രീതിയിലും ഇറാന് നിലനിൽപ്പില്ല. അത് നൽകുന്ന റവന്യൂ അല്ല വിഷയം, ഹോർമൂസ് നൽകുന്ന കണക്ടിവിറ്റി അല്ല വിഷയം. ഹോർമൂസ് മറ്റുള്ള രാജ്യങ്ങൾക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണ്. മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്ക്, 6 GCC രാജ്യങ്ങൾക്ക്, ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള എണ്ണ ആവശ്യമുള്ള രാജ്യങ്ങൾക്ക്, ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഹോർമൂസിലൂടെയുള്ള എണ്ണ ചരക്ക് നീക്കങ്ങൾ. ഇത് ഇറാന് മനസ്സിലാകുന്നത് വളരെ വൈകിയാണ്. മുൻപ് തന്നെ അറിയാമെന്ന് പറയുമ്പോഴും ഇത് തടഞ്ഞു കഴിഞ്ഞാൽ, ഹോർമൂസ് അടയ്ക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നത് ലോകത്തിന് മനസ്സിലായി. ഒരു ചോക്ക് പോയിന്റിലേക്ക് എത്തി നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ബാബൽ മന്ദേബ് കൂടി അടച്ചു കഴിഞ്ഞാൽ, റെഡ് സീയിലേക്കുള്ള പ്രവേശന കവാടം കൂടി അടച്ചു കഴിഞ്ഞാൽ പേർഷ്യൻ ഗൾഫും ചെങ്കടലും ഒരുപോലെ ബ്ലോക്ക്ഡ് ആകുന്ന അവസ്ഥയുണ്ടാകും. അങ്ങനെയെങ്കിൽ പേർഷ്യൻ ഗൾഫ് മേഖലയിലെ ഒരു രാജ്യത്തിനും, സൗദി ഉൾപ്പെടെ ഉള്ള ഒരു രാജ്യത്തിനും മുന്നോട്ട് പോകാനാവാത്ത അവസ്ഥയുണ്ടാകും. ലോകത്തിൽ എണ്ണയുടെ ലഭ്യത വല്ലാതെ കുറയും, എണ്ണവില വല്ലാതെ കൈവിട്ട് പോകും. ഇതൊക്കെ ഇറാന് നന്നായി അറിയാവുന്നത് കൊണ്ടാണ് ഹോർമൂസിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന നിലപാടെടുത്തിരിക്കുന്നത്. നോക്കൂ, 2 ഭാഗങ്ങളും, അമേരിക്ക എന്ന ഒരു കക്ഷിയും ഇറാൻ എന്ന മറുകക്ഷിയും എടുത്ത നിലപാടുകൾ നോക്കൂ. അമേരിക്ക പറഞ്ഞത് എന്താണ്? ഹോർമൂസിലൂടെയുള്ള ഏത് നിബന്ധനയും, ഹോർമൂസിലുള്ള ഗതാഗതത്തിന് നേരെ ഇറാൻ നടത്തുന്ന ഏത് നിയന്ത്രണവും, ഏത് വെല്ലുവിളിയും ഉടനടി അവസാനിപ്പിച്ചില്ല എങ്കിൽ സർവനാശമായിരിക്കും എന്നത് അമേരിക്കയുടെ നിലപാട്. ഇറാൻ്റെ നിലപാട് തികച്ചും മറുപക്ഷമാണ്. ഹോർമൂസിലൂടെ എന്ത് നീക്കം നടത്തുന്നു എങ്കിലും അത് തങ്ങളുടെ അറിവോടുകൂടി, തങ്ങളുടെ സമ്മതത്തോടുകൂടി, തങ്ങൾ നിശ്ചയിക്കുന്ന ഒരു പാത ഉപയോഗിച്ചുകൊണ്ട് ആവണം. അപ്പോൾ അവിടെയുള്ള മൈനുകൾ വിതരണം ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ വിന്യസിച്ചിരിക്കുന്ന ഇറാനാണ് അറിയാവുന്നത് എവിടെയെല്ലാമാണ് കടലിൻ്റെ അടിത്തട്ടിൽ ഉറപ്പിക്കാവുന്ന മൈനുകളുണ്ട്, ഫ്ലോട്ട് ചെയ്യുന്ന മൈനുകളുണ്ട്. പല തന്ത്രപ്രധാനമായ മേഖലകൾ മൈൻ വിന്യാസമുണ്ടാവും. ഈ മൈനുകൾ നീക്കം ചെയ്യുന്ന പ്രക്രിയ നിങ്ങൾ ചെയ്യേണ്ട. ജർമ്മനിയിൽ നിന്നോ ഫ്രാൻസിൽ നിന്നോ തന്ത്രജ്ഞന്മാർ വന്ന് മൈൻ നീക്കൽ കപ്പലുകൾ വന്ന്, മൈൻ വാരി കപ്പലുകൾ വന്ന് ചെയ്യേണ്ട. ഇത് ഞങ്ങൾ ചെയ്തു കൊള്ളാം. അതൊന്ന്. 2, ഞങ്ങൾ പറയുന്ന ഒരു കപ്പൽ പാത, അത് ഇറാന് സമീപത്തു കൂടിയുള്ള ഒരു കപ്പൽ പാതയാണ്. ആ പാതയിലൂടെ, വളരെ നാരോ പാത തന്നെയാണ് ഹോർമൂസ് ആകമാനം, അതിൽ തന്നെ ഇറാനോട് ചേർന്നുള്ള, ഇറാൻ ചാർട്ട് ചെയ്തിരിക്കുന്ന ഒരു കപ്പൽ പാതയിലൂടെ നിങ്ങൾക്ക് കപ്പലുകൾ പോകാം. അപ്പോൾ ഞങ്ങളുടെ അനുവാദം വാങ്ങിയിരിക്കണം. പക്ഷേ കപ്പം അല്ലെങ്കിൽ ചുങ്കം അല്ലെങ്കിൽ പ്രത്യേക നികുതി, ടോൾ ഞങ്ങൾ ഇപ്പോൾ ഈടാക്കുന്നില്ല. ഇപ്പോൾ എന്നേ പറയുന്നുള്ളൂ, 60 ദിവസത്തേക്ക് ഈടാക്കുന്നില്ല. ഇതായിരുന്നു ഒരു ധാരണ, ഒരു ഏകദേശ ധാരണ. ഇപ്പോൾ കരട് ധാരണ, 14 ഇന ധാരണയിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത്, ഹോർമൂസിൽ ടോൾ ഉണ്ടാവില്ല എങ്കിൽ പോലും ഹോർമൂസ് പൊതുവെ ഇറാൻ്റെ സ്വാധീന മേഖലയായി നിലനിൽക്കും. സ്വാധീന മേഖല എന്ന് പറയുന്നത് വളരെ ലൂസ് ഒരു വേർഡാണ്. എന്താണ് സ്വാധീന മേഖല? ആത്യന്തികമായി അതിലെ പോകുന്ന എല്ലാ കപ്പലുകൾക്കും, എണ്ണ ടാങ്കറുകളായിക്കൊള്ളട്ടെ, ചരക്ക് കപ്പലുകളായിക്കൊള്ളട്ടെ, കണ്ടെയ്നർ ഷിപ്സ് ആയിക്കൊള്ളട്ടെ, എന്താണെങ്കിലും ശരി, ഇറാൻ അനുവദിക്കണം.
അത് ന്യായമായ ആവശ്യമാണ് എന്ന് ഇറാൻ കരുതുന്നു. കാരണം ടെറിട്ടോറിയൽ വാട്ടേഴ്സാണ്. ഒരു 10-22 നോട്ടിക്കൽ മൈൽ ദൂരം ഒരു രാജ്യത്തിന് അവകാശപ്പെട്ട ടെറിട്ടോറിയൽ വാട്ടേഴ്സാണ്. പക്ഷേ അപ്പോൾ അങ്ങനെയെങ്കിൽ തെക്കുള്ള UAEക്കും അതുപോലെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ UAEയുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സിലൂടെ പോകുന്നതിന് എന്താണ് തടസ്സം എന്ന മറുവാദഗതി ഉപയോഗിക്കാം. അല്ല എങ്കിൽ മറ്റൊരു രാജ്യം കൂടിയുണ്ട്, ഒമാനും ഇറാനും കൂടി ചേർന്നുകൊണ്ട് സംയുക്തമായി ഏതെങ്കിലും രീതിയിലുള്ള ടോൾ പിരിക്കാം എന്ന നിർദ്ദേശവും ഇറാൻ്റെ ഭാഗത്തു നിന്ന് വന്നു. ആദ്യമൊക്കെ ചെറുതായി ഒമാൻ ചെവി കൊടുത്തു എങ്കിലും ആത്യന്തികമായി ഒമാൻ കാല് മാറുന്ന കാഴ്ചയാണ് കണ്ടത്. അത് ഇറാനെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ടാവണം. അതായത് ഒമാനോടും UAEയോടും ചേർന്നുള്ള ഒരു പുതിയ പാതയിലൂടെ ഹോർമൂസിൻ്റെ കുറച്ച് തെക്കുള്ള ഒരു പ്രദേശത്തു കൂടി, അതായത് ഹോർമൂസിൽ തന്നെ തെക്കൻ ട്രാക്ക്, ആ ട്രാക്കിലൂടെ കപ്പലുകൾ നിർബാധം സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ ഇറാന് മനസ്സിലായി അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇറാന് ഒരു വിലയുണ്ടാവില്ല, അത് തടയപ്പെട്ടെങ്കിലേ പറ്റൂ എന്നതുകൊണ്ടാണ് ഇറാൻ ആക്രമണത്തിലേക്ക് തുനിഞ്ഞത്. അയത്തുള്ള അലി ഖമേനിയുടെ ഖബറടക്കം നടക്കുന്ന വേളയിൽ പോലും ആക്രമണം അപ്രതീക്ഷിതമായി ഇറാൻ്റെ ഭാഗത്തു നിന്ന് കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഇറാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് ഹോർമൂസിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാവില്ല. മറ്റേത് കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടായാലും, ഒരുപക്ഷെ ആണവ വിഷയത്തിൽ ഉൾപ്പെടെ വിട്ടുവീഴ്ച ഉണ്ടായാലും ഹോർമൂസ് കാര്യത്തിൽ ഇനി വിട്ടുവീഴ്ചയില്ല. അവിടെ വിട്ടുവീഴ്ച ചെയ്താൽ പിന്നെ ഇറാൻ ഉണ്ടാവില്ല എന്ന് ഓരോ ഇറാനിയൻ ജനത്തെയും അല്ലെങ്കിൽ ഇറാനിയൻ ജനതയിലെ ഓരോ വ്യക്തിയെയും മനസ്സിലാക്കിപ്പിക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ ഇറാൻ്റെ ഭരണകൂടം. അതിൽ കുറേയൊക്കെ ശരികളുണ്ട്, കുറേയൊക്കെ നിറം പിടിപ്പിച്ച ചില സങ്കല്പങ്ങളുണ്ട്. കാരണം ഒരു രാജ്യത്തിൻ്റെയും കുത്തകയായി, ഒരു സ്വാഭാവിക കടലെടുക്കിനെ ഒരു രാജ്യത്തിൻ്റെയും കുത്തകയായി പറയാനാവില്ലല്ലോ. ഇപ്പോൾ ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയ്ക്കുള്ള പാക് സ്ട്രെയിറ്റ് വളരെ നാരോ ഒരു സ്ട്രെയിറ്റാണ്. അത് ഇന്ത്യയുടെ കപ്പലുകൾക്കും പോകാം, അല്ലെങ്കിൽ ഇന്ത്യയുടെ മത്സ്യബന്ധന തൊഴിലാളികൾക്കും അവിടെ മീൻ പിടിക്കാം, ശ്രീലങ്കയുടെ മത്സ്യബന്ധന തൊഴിലാളികൾക്കും അവിടെ മീൻ പിടിക്കാൻ സാധിക്കും, അതിലെ സഞ്ചരിക്കാൻ സാധിക്കും. വളരെ നാരോ ആണ്, ഇതിനേക്കാളും നാരോ ഒരു സ്ട്രെച്ചാണ്. അപ്പോൾ ഇതുപോലെയുള്ള കടലെടുക്കുകൾ, അല്ല എങ്കിൽ ബെറിങ് സ്ട്രെയിറ്റ്, അത് അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഇടയിലുള്ളതാണ്. ഇപ്പോൾ അമേരിക്കയുടെ കൈവശമുള്ള അലാസ്കയ്ക്കും റഷ്യയുടെ കിഴക്കൻ മേഖലയ്ക്കും ഇടയിലുള്ള ബെറിങ് സ്ട്രെയിറ്റ്, ഇതൊക്കെ മനുഷ്യനിർമ്മിതമല്ല, ഇതെല്ലാം പ്രകൃതിദത്തമായ കാര്യങ്ങളാണ്. ആകെ മനുഷ്യനിർമ്മിതമായ നിർമ്മിതികൾ എന്ന് പറയാനുള്ളത് സൂയസ് കനാൽ, അത് ചെങ്കടലിനെ മെഡിറ്ററേനിയനുമായി ബന്ധിപ്പിക്കുന്ന ഈജിപ്തിൻ്റെ പ്രദേശത്തു കൂടി കടന്നു പോകുന്ന മനുഷ്യനിർമ്മിതമായ കനാലാണ്. അവിടെ ടോൾ ഈടാക്കുന്നതിൽ തെറ്റില്ല. പാനമ കനാൽ വടക്ക് തെക്ക് അമേരിക്കൻ ഭൂഖണ്ഡങ്ങളെ രണ്ടായി പകുക്കുന്ന പാനമ എന്ന ചെറിയ മധ്യ അമേരിക്കൻ രാജ്യത്തിന് കുറുകെ പോകുന്ന അമേരിക്ക കൂടി ചേർന്ന് നിർമ്മിച്ച ഒരു കനാൽ. അതിൽ ഏതെങ്കിലും രീതിയിൽ രാജ്യം അല്ലെങ്കിൽ മറ്റൊരു ശക്തി ടോൾ പിരിക്കുന്നതിൽ വേണമെങ്കിൽ ന്യായം കണ്ടെത്താം. പക്ഷേ ഹോർമൂസ് കടലെടുക്കോ ബാബൽ മന്ദേബോ അങ്ങനെയല്ല. അതുപോലെ ഈ ജിബ്രാൾട്ടർ ഒരു റോക്സ് ഇങ്ങനെ തള്ളി നിൽക്കുകയാണ്. മെഡിറ്ററേനിയനിൽ നിന്നും അറ്റ്ലാന്റിക്കിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു കവാടം, അതും സ്വാഭാവികമാണ്, പ്രകൃതിദത്തമാണ്. അപ്പോൾ പ്രകൃതിദത്തമായ ഒരു കടലിടുക്കിൽ എങ്ങനെ ഒരു രാജ്യത്തിന് ടോൾ ഈടാക്കാൻ കഴിയും എന്നത് മറ്റൊരു ഡിബേറ്റബിൾ ചോദ്യമാണ്. അതുകൊണ്ട് ഇറാൻ ഇപ്പോൾ ന്യായ അന്യായങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, സർവൈവലിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇറാന് ഇത്രയും ശക്തമായ അമേരിക്കയുടെ ഒരു പ്രഹരം ഏറ്റുവാങ്ങാൻ കഴിയണം എങ്കിൽ തീർച്ചയായും ഇറാൻ്റെ കൈവശം ഒരു വജ്രായുധം ഉണ്ടാവണം. ആ വജ്രായുധം തന്നെയാണ് ഒരിക്കലും പറ്റാത്ത ഉറവ എന്ന രീതിയിൽ ഇറാന് കാണാവുന്ന ഒരു ആയുധം തന്നെയാണ് ഹോർമൂസ്. അതുകൊണ്ട് അത് വിട്ടൊരു കളിക്ക് ഒരു രീതിയിലും ഇറാൻ തയ്യാറാവില്ല. ആണവ കരാറിൽ ഒരുപക്ഷെ എത്തിച്ചേരാം. ആണവ കരാറിൽ എത്തിച്ചേർന്നാൽ ആണവായുധങ്ങൾ തങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്ന് പറയാം. അത് മുൻപ് പറഞ്ഞിട്ടുണ്ട്. മുൻപ് ആണവ കരാറിൽ എത്തിച്ചേർന്ന രാജ്യമാണ് ഇറാൻ. പക്ഷേ മുൻപില്ലായിരുന്ന വിഷയമാണ് ഹോർമൂസ് എന്നത് ഓർക്കണം. ആ ഒരു ഓർമ്മപ്പെടുത്തൽ അത് വളരെ പ്രധാനമല്ലേ. മുൻപില്ലായിരുന്നു. ഫെബ്രുവരി 28 അമേരിക്കൻ ഇസ്രായേലി ആക്രമണം ഇറാന് നേരെ വന്നപ്പോഴാണ്. മുൻപ് ആക്രമണത്തിലൊന്നും ഹോർമൂസ് അടച്ചിട്ടില്ല. ഇപ്പോഴാക്രമണ സമയത്തിന് മുൻപ് തന്നെ ഇറാൻ പറഞ്ഞിരുന്നു, ഇനി കളിക്കാൻ വന്നാൽ ഹോർമൂസ് ആയിരിക്കും തങ്ങൾ ഇറക്കുന്ന തുറപ്പുചീട്ട്. ഇത് മുൻകൂട്ടി തന്നെ പറഞ്ഞിരുന്നു. അത് കൃത്യമായി മുൻകൂട്ടി പറഞ്ഞിരുന്നത് കൃത്യമായി പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ ഇറാന് കഴിഞ്ഞു. അതുകൊണ്ട് ബലം പ്രയോഗിച്ച് ഹോർമൂസ് തുറക്കാൻ ശ്രമിക്കുമോ എന്നാണ് ചോദ്യമെങ്കിൽ ഒരുപക്ഷെ ശ്രമിച്ചേക്കാം. അത് സർവനാശമായിരിക്കും ഫലം.
ഒരുപക്ഷെ ബലം പ്രയോഗിച്ച് അമേരിക്കൻ അകമ്പടി കപ്പലുകളുടെ സഹായത്തോടു കൂടി ഹോർമൂസിലൂടെ കുറച്ച് കപ്പലുകളെ കടത്തിവിടാൻ കഴിയുമായിരിക്കും. ഇറാൻ്റെ ഏറിയൽ ഒബ്ജക്ട്സിനെയൊക്കെ തടയാൻ കഴിയും. പക്ഷേ ഏതെങ്കിലും കപ്പലിലൊക്കെ ഈ മിസൈലുകൾ വന്ന് വീണാൽ, ഡ്രോണുകൾ പതിച്ചു കഴിഞ്ഞാൽ അത് ശാശ്വതമായൊരു പരിഹാരമാണെന്ന് കാണാനാവില്ല. ഇനി മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അമേരിക്കയ്ക്ക് ഇറാനെ തടയാനാകുമോ ഹോർമൂസിൽ? അതും പറ്റില്ല. ഇപ്പോൾ റഷ്യയോ ചൈനയോ രണ്ടും കൽപ്പിച്ച് അവരുടെ ഫ്ലീറ്റിനെ, അവരുടെ യുദ്ധക്കപ്പലുകളല്ല, അവരുടെ ചരക്ക് കപ്പലുകളെ, എണ്ണ ടാങ്കേഴ്സിനെ ഹോർമൂസിലേക്ക് അയക്കുകയാണെങ്കിൽ ഇറാൻ നിർദ്ദേശിക്കുന്ന പാതയിലൂടെ പോകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറാനുമായി ചേർന്ന് നിന്നുകൊണ്ട് റഷ്യയോ ചൈനയോ ഇന്ത്യയോ ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങൾ, സാങ്കല്പികമായി ഏതെങ്കിലും രാജ്യങ്ങൾ ഹോർമൂസിലേക്ക് എണ്ണ ടാങ്കറുകളെയും ചരക്ക് കപ്പലെയും അയച്ചാൽ അതിനെ വെടിവെച്ച് വീഴ്ത്താൻ അമേരിക്കയ്ക്ക് കഴിയുമോ? ഇല്ല. അത് ലോക മഹായുദ്ധത്തിലേക്ക് കലാശിക്കും. അതുകൊണ്ട് രണ്ട് കൂട്ടർക്കും, ഇറാനും അമേരിക്കയ്ക്കും ഹോർമൂസിനെ കുറിച്ച് വലിയ രീതിയിൽ അവകാശവാദങ്ങളും ക്ലെയിംസും പറയാമെന്നല്ലാതെ പൂർണ്ണമായി ആരുടെയും പൂർണ്ണമായ കൈപ്പടിയിൽ അത് നിൽക്കില്ല. അത് വേണ്ടത് ധാരണയാണ്. പരമാവധി എൻ്റെ മനസ്സിലെ ഒരു ചിന്ത കൂടി പ്രേക്ഷകരോട് സ്നേഹപൂർവ്വം പങ്കുവയ്ക്കുന്നു. അതിതാണ്, അന്യശക്തികൾക്ക്, ബാഹ്യശക്തികൾക്ക് ഹോർമൂസിൽ ഒരിടവും ഉണ്ടാവരുത്. സൗദി അറേബ്യ, UAE, ഖത്തർ, ഒമാൻ, കുവൈറ്റ്, ബഹ്റിൻ, ഈ രാജ്യങ്ങളും ഇറാനും, ഇത്രയും രാജ്യങ്ങൾ മാത്രമാണ്. ഇനി ഇറാഖും വേണമെങ്കിൽ അക്കൂട്ടത്തിൽ പെടുത്താം. ഇത്രയും രാജ്യങ്ങൾക്കാണ് ഹോർമൂസ് കടലിടുക്ക്, ഹോർമൂസ് മാത്രമല്ല പേർഷ്യൻ ഗൾഫ് കടലിടുക്ക് അതിൽ സാന്നിധ്യമുള്ളത്, അതായത് അതിർത്തിയുള്ളത്, കടലോരമുള്ളത്, കടലോരമുള്ള രാജ്യങ്ങൾ, അവരാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അവർ ചേർന്ന് ഹോർമൂസിൻ്റെ, ഈ രാജ്യങ്ങൾക്കെല്ലാം പുറത്തേക്ക് കടക്കണമെങ്കിൽ ഹോർമൂസ് വേണം. ഒമാന് വേണമെങ്കിൽ അല്ലാതെയും പുറത്തേക്ക് കടക്കാം. പക്ഷേ മറ്റ് രാജ്യങ്ങൾക്കെല്ലാം പുറത്തേക്ക് കടക്കണമെങ്കിൽ ഹോർമൂസിലൂടെ മാത്രമേ പേർഷ്യൻ ഗൾഫിൽ നിന്നും പുറത്തേക്ക് കടക്കാനാവൂ. ഇറാൻ ഉൾപ്പെടെ, ഇറാൻ്റെ ചില ഭാഗങ്ങൾ ഹോർമൂസിന് പുറത്താണ്. അത് ഒമാൻ, ഗൾഫ് ഓഫ് ഒമാൻ മേഖലയിലാണ്. അതുകൊണ്ട് പക്ഷേ ഈ രാജ്യങ്ങൾ, ഈ 7-8 രാജ്യങ്ങൾ ചേർന്ന് ഒരു ധാരണ, ഹോർമൂസിനെ കുറിക്കുന്ന ഒരു ധാരണയിൽ എത്തിച്ചേരുകയും അമേരിക്കയെ മാറ്റി നിർത്താൻ കഴിയുകയും ചെയ്താൽ, അതൊരു അപേക്ഷികമാണ്, ചെയ്താൽ ഒരുപക്ഷെ ഒരു സാധ്യതയുണ്ട്, സമാധാനം തുറക്കാൻ, ഹോർമൂസ് തുറന്നു കിട്ടാൻ ഒരു സാധ്യതയുണ്ട്. പക്ഷേ അമേരിക്ക ഡിക്റ്റേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇസ്രയേൽ നയിക്കുന്ന ഒരു പ്രക്രിയയെ ഒരു കാരണവശാലും ഇറാൻ അംഗീകരിക്കാൻ സാധ്യതയില്ല. അത് മാത്രമല്ല, തൽക്കാലം നിർബന്ധപൂർവം ഒരു കരാർ ഒപ്പിടിപ്പിച്ചാലും അത് ദുർബലമായിരിക്കും. ഏത് നിമിഷവും ആ കരാറിൽ നിന്നും ഇറാൻ പിന്നോട്ട് പോകാം, ആക്രമണം അവിടെ സംഭവിക്കാം. അതുകൊണ്ട് അല്പായുസായിരിക്കും ഏത് കരാറും. അതുകൊണ്ട് സമഗ്രമായ മേഖലാ കരാർ ഹോർമൂസിൻ്റെ കാര്യത്തിൽ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത കൂടി ഇപ്പോൾ പ്രേക്ഷകർ മനസ്സിലാക്കി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു.